അടുത്ത വാർത്ത സിപിഐഎം നേതാവ് കെ ജെ ഷൈൻ നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിൽ രണ്ടാം പ്രതി കെ എം ഷാജഹാൻ ചോദ്യം ചെയ്യലിന് ഹാജരായി. ഒന്നാം പ്രതി സി കെ ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം സെഷൻസ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. അതേസമയം അന്വേഷണ സംഘം കൂടുതൽ ഫോണുകൾ പിടിച്ചെടുത്തു. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി. ആൻമരിയ, ഇക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കെ എം ഷാജഹാൻ കഴിഞ്ഞ ദിവസമൊക്കെ എവിടെയാണ് എന്നറിയില്ലായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു. ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ എന്താണ്, അദ്ദേഹം എവിടെയാണ് എന്നതിൽ വ്യക്തതയായോ? ഇപ്പോൾ കൂടുതൽ ഫോണുകൾ പിടിച്ചെടുക്കുന്നുണ്ടല്ലോ, ഇത് ആരുടെ ഫോണുകളാണ്? വിശദാംശങ്ങൾ. അനുജ, ഇന്ന് ഉച്ചയോട് കൂടിയാണ് രണ്ടാം പ്രതിയായിട്ടുള്ള സൈബർ അധിക്ഷേപ പരാതിയിൽ രണ്ടാം പ്രതിയായിട്ടുള്ള കെ എം ഷാജഹാൻ ആലുവയിലെ സൈബർ ഡോമിൽ ഹാജരായിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ഹാജരാകാൻ വേണ്ടിയിട്ട് ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നത്. പിന്നീട് ഇന്നലെ ഹാജരായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇനി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, ഹാജരാകുന്നില്ല എന്ന രീതിയിലേക്ക് പോവുകയാണ് എങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നൊരു ഘട്ടത്തിലേക്ക് തീരുമാനം വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനിടെയാണ് ഇന്ന് ഉച്ചയോട് കൂടി ഇപ്പോൾ കെ എം ഷാജഹാൻ ഇപ്പോൾ ആലുവ സൈബർ ഡോമിൽ ഹാജരായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷാജഹാന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഐഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ എല്ലാം പശ്ചാത്തലത്തിലായിരിക്കും ഷാജഹാനെ ചോദ്യം ചെയ്യുന്നത്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ നിരത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടാണ് ഷാജഹാനെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. അറസ്റ്റ് നിലവിൽ ഉണ്ടായിരിക്കുകയില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നോട്ടീസ് നൽകി വിളിപ്പിച്ചതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാവുകയില്ല. ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കും. പിന്നീട് കൂടുതൽ തെളിവുകൾ കണ്ടെത്തും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് എന്ന ഘട്ടത്തിലേക്ക് കടക്കുക എന്നാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അത് ഈ സമയത്താണ് ഇന്നലെയാണ് ഗോപാലകൃഷ്ണൻ കേസ് ഒന്നാം പ്രതിയായിട്ടുള്ള നിലവിൽ ഇപ്പോൾ ഒളിവിലായിരിക്കുന്ന ഗോപാലകൃഷ്ണൻ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നതിനിടയിലാണ് കോടതി പോലീസിനോട് റിപ്പോർട്ട് കൊടുക്കുന്നത്. കേസിൽ ഒന്നാം പ്രതിയാണ് ഗോപാലകൃഷ്ണനെന്നും ഗോപാലകൃഷ്ണന് ജാമ്യം നൽകരുത്, അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് കാണിച്ചുകൊണ്ട് അന്വേഷണ സംഘം കോടതിയിൽ എന്തായാലും റിപ്പോർട്ട് സമർപ്പിക്കും. ഇനി കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നിലപാട് വന്നതിന് ശേഷമായിരിക്കും ഒന്നാം പ്രതിയായിട്ടുള്ള ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നീക്കങ്ങൾ അന്വേഷണ സംഘം വിലയിരുത്തുക. നിലവിൽ ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഇപ്പോഴും ഒളിവിലാണ്. അത് ഗോപാലകൃഷ്ണൻ എവിടെ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ അറസ്റ്റ് എന്ന നടപടികളിലേക്ക് കടക്കണമോ എന്ന കാര്യങ്ങളും ചിന്തിക്കുന്നത് ഈ കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന നടപടികൾക്ക് ശേഷമായിരിക്കും. മൂന്നാം പ്രതിയായിട്ടുള്ള യാസിറിന് ഇന്നാണ് ഹാജരാകാൻ വേണ്ടിയിട്ട് നോട്ടീസ് നൽകിയിരുന്നത്. അദ്ദേഹം ഇപ്പോൾ വിദേശത്താണുള്ളത്. പക്ഷേ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി അതിന് നൽകുന്നില്ല എങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിക്കൊണ്ടായിരിക്കും യാസിറിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം അനുജ സൂചിപ്പിച്ചതുപോലെ ഈ കൂടുതൽ ഫോണുകൾ പിടിച്ചെടുക്കുന്നതാണ്. അത് കെ ജെ ഷൈൻ വീണ്ടും കുറച്ച് പരാതികൾ കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. ചില ആളുകളുടെ പേരുകൾ ഉൾപ്പെടുത്തി തന്നെയായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് റെജി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു കെ ജെ ഷൈൻ വീണ്ടും പരാതി സൈബർ പോലീസ് സ്റ്റേഷന് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇതൊരു സൈബർ കേസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ പ്രതി ചേർക്കുക എന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കൂടുതൽ വിവരശേഖരണം നടത്തേണ്ടതുണ്ട്. അതിനാണ് മെറ്റയുടെ സഹായം അന്വേഷണ സംഘം നൽകിയത്. പിന്നീട് ഈ ഇവർ നൽകിയിരിക്കുന്ന ലിങ്കുകൾ ഉൾപ്പെടെ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇവരെ കേസിലേക്ക് പ്രതി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഫോൺ രേഖകൾ പിടിച്ചിരിക്കുന്നത്. ആ ഫോൺ രേഖ പിടിച്ചെടുത്ത ഫോണുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ അറസ്റ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുക, ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുന്നത്. എന്തായാലും ഷാജഹാൻ ഇപ്പോൾ നിലവിൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അനുജ, ആൻമരി, ഇതിലിപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണല്ലോ കോടതി. അത് എപ്പോൾ സമർപ്പിക്കണമെന്നതാണ്. അങ്ങനെയെങ്കിൽ അതിലെ തുടർ നീക്കങ്ങൾ അതെങ്ങനെയാകും? എപ്പോഴാകും ഇനി ഇത് വീണ്ടും കോടതി പരിഗണിക്കുന്നത്? പോലീസ് ഇന്ന് തന്നെ അന്വേഷണ സംഘത്തെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ ഇന്ന് തന്നെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കാരണം വരും ദിവസങ്ങളിലൂടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് അന്വേഷണത്തെ ബാധിക്കും. കാരണം കേസിലെ ഒന്നാം പ്രതിയാണ് ഗോപാലകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. അത് ഗോപാലകൃഷ്ണൻ പ്രതിയാണ് എന്നും ജാമ്യം നൽകരുത്, അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് കാണിച്ചുകൊണ്ടായിരിക്കും അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ കേസ് നാളെയോട് കൂടി എന്തായാലും എറണാകുളം സെഷൻസ് കോടതി പരിഗണിക്കും. പിന്നീട് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കോടതിയുടെ നിലപാട് അറിഞ്ഞതിന് ശേഷമായിരിക്കും ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട കേസ് അത് മുന്നോട്ട് പോവുക. പക്ഷേ എന്നിരുന്നാൽ പോലും ഒന്നാം പ്രതിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും രണ്ടും മൂന്നും പ്രതികളും അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന ഫോൺ രേഖകളും ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള അന്വേഷണം അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യലിന് ഇന്നും ഇവർ ഈ രണ്ടും മൂന്നും പ്രതികൾ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല എങ്കിൽ തുടർ നടപടികളിലേക്ക് പോവുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന കെ എം ഷാജഹാനെ ഇന്ന് ചോദ്യം ചെയ്യും. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് പിടിച്ചെടുത്ത
എടുത്ത യൂട്യൂബിൽ നൽകിയിരിക്കുന്ന വീഡിയോകൾ അദ്ദേഹം ആ ഐഫോൺ ഉപയോഗിച്ചാണ് വീഡിയോകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കാണിച്ചുകൊണ്ടായിരിക്കും അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് അതിനുശേഷമായിരിക്കും മറ്റു നടപടിയിലേക്ക് കടക്കുക. അനുജ, ശരി. KJ ഷൈൻ നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിലാണ് KM ഷാജഹാൻ രണ്ടാം പ്രതിയാണ് ഈ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ള നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ CK ഗോപാലകൃഷ്ണൻ ഒന്നാം പ്രതി, അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം സെഷൻസ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കൂടുതൽ ഫോണുകൾ പിടിച്ചെടുത്തു. അങ്ങനെ ഈ കേസിന്റെ അന്വേഷണം അത് ത്വരിതഗതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നതാണ് ആൻമരിയ സണ്ണി നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.